ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രാർത്ഥന ഒരു ദൈവ പൈതലിന് പ്രാണവായുവാണ് എന്ന് പറയുമ്പോഴും മുൻകാലത്തെ അപേക്ഷിച്ച് വ്യക്തികളിലും കുടുംബങ്ങളിലും സഭകളിൽ പോലും പരിമിതപ്പെടുത്തിയിരിക്കുന്ന വിഷയം കൂടി ആണ്. പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മ ശക്തിയിൽ പിതാവായ ദൈവത്തെ ആരാധിക്കുന്നതാണ്. അത് ദൈവവും മനുഷ്യനുമായുള്ള സംഭാഷണമാണ്. 1 തെസ്സലോനിക്യ ലേഖനം 5-ാം അധ്യായം 17-18 വാക്യങ്ങൾ: എപ്പോഴും സന്തോഷിക്കുവീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥനയിലൂടെ സമഗ്രമായ ജീവൻ പരിപാലിക്കപ്പെടേണ്ടത് എങ്ങനെയെന്ന് വിശദമാക്കിയിരിക്കുന്നു. ഇന്ന് പ്രാർത്ഥനയിൽ തിസിസ് തയ്യാറാക്കുന്ന പണ്ഡിതന്മാരുണ്ട്. മൂലപദങ്ങൾ, ഗ്രീക്ക് പദങ്ങൾ കണ്ടെത്തി വിശകലനം ചെയ്യുന്ന പ്രാർത്ഥിക്കാത്ത തിയോളജിയൻസ് ഉണ്ട്. അനേക ഗ്രന്ഥങ്ങളുണ്ട്. എല്ലാം നല്ലത് തന്നെ. എന്നാൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന പ്രാർത്ഥിക്കുന്നവരെയാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം. താലോലിച്ച് വളർത്തിയ മക്കൾ സാത്താൻ്റെ അധീനതയിൽ ദൈവത്തെ മറന്ന് ലോകമയത്വത്തിൽ കമ്പ്യൂട്ടറിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും മറ്റും കരാള ഹസ്തങ്ങളാൽ പിടിക്കപ്പെട്ട് നിരാശരായി ആത്മഹത്യയിൽ വിലയം പ്രാപിക്കുന്നു. വാർദ്ധക്യത്തിൽ തങ്ങൾക്ക് താങ്ങും തണലുമായിരിക്കുമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി കാത്തിരുന്ന വൃദ്ധ മാതാപിതാക്കൾ വൃദ്ധസദനങ്ങളിലും അമ്പല നടകളിലും കുരിശടികളിലും ഉപേക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ നാടിൻ്റെ ശോച്യാവസ്ഥയല്ലേ ഈ കാഴ്ചകൾ? എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവവഴികളിലൂടെ നടക്കുന്ന ഭവനങ്ങളിലെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്കും കുടുംബത്തിനും സഭയ്ക്കും ദേശത്തിനും അനുഗ്രഹമായി സാക്ഷ്യമുള്ളവരായി ജീവിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ കഷ്ടതയിലൂടെയും അസമാധാനത്തിലൂടെയും കടന്നുപോയ ഫിലിപ്പയിലെ വിശ്വാസികൾക്ക് സമാധാനം പ്രാപിപ്പാനുള്ള മാർഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോടെ അറിയിക്കുകയത്രേ വേണ്ടത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. പ്രയാസങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും നടുവിൽ നിങ്ങളുടെ ആവശ്യം എന്തുതന്നെ ആയിരുന്നാലും അവ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ നാളുകളിൽ നാം അനുഭവിച്ച നന്മകൾക്കായി സ്നേഹത്തിനും കരുതലിനുമായി ആത്മാർത്ഥമായ സ്തുതിയും സ്തോത്രവും ദൈവത്തിന് നൽകിക്കൊണ്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, ആവശ്യത്തിനു വേണ്ടി വിശ്വാസത്തോടെ യാചിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ കാണാം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ടെൻഷനും മാറിപ്പോകും. ഹൃദയം ദൈവസമാധാനത്താൽ നിറയും. കാരണം ആ സമാധാനം യേശു തരുന്ന സമാധാനമാണ്. അതെ, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം. നമ്മുടെ പ്രാർത്ഥന എപ്രകാരം ആയിരിക്കണമെന്ന് ചുരുക്കമായിട്ട് നമ്മൾക്ക് പരിശോധിക്കാം. 1. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം: സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവിൻ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ശത്രുവായ പിശാചിനെ നേരിടുവാനും തോൽപ്പിക്കുവാനും നാം ധരിക്കേണ്ട ദൈവത്തിൻ്റെ സർവായുധ വർഗത്തെക്കുറിച്ച് പൗലോസ് വിശദമാക്കുന്നു. അതിൻ്റെ തുടർച്ചയായി ശത്രുവിനെ ആക്രമിക്കുവാനുള്ള ആയുധമായി പ്രാർത്ഥനയെ കാട്ടിത്തരുന്നു. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും എന്ന് പറയുമ്പോൾ നമ്മുടെ ശത്രു നിസ്സാരക്കാരനല്ല. ആത്മശക്തിയോട് വേണം അവനെ നേരിടുവാൻ. പ്രാർത്ഥനയും യാചനയും ഇവിടെ വേർതിരിച്ചിരിക്കുന്നു. പ്രാർത്ഥന പൊതുവായിട്ടുള്ളതും യാചന പ്രത്യേകമായിട്ടുള്ളതും ആണ്. നമ്മുടെ പ്രാർത്ഥന ഫലവത്തായി തീരണമെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കണം. സർവായുധ വർഗങ്ങൾ എല്ലാം ധരിച്ചിരുന്നാലും പ്രാർത്ഥന ഇല്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. എല്ലാ ആയുധങ്ങളും ഫലവത്തായി തീരുവാൻ
പ്രാർത്ഥന അത്യാവശ്യമാണ്. യുദ്ധത്തിൽ വാർത്താവിനിമയം സർവപ്രധാനമാണല്ലോ. വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ സ്ഥാനം പ്രാർത്ഥനയ്ക്കാണ് ഉള്ളത്. യുദ്ധത്തിൽ വാർത്താവിനിമയ കേന്ദ്രം തകർക്കുക എന്നത് ശത്രുവിൻ്റെ പ്രത്യേക ലക്ഷ്യമാണ്. അതുപോലെ വിശ്വാസിയുടെ പ്രാർത്ഥനാ ജീവിതം തകർത്താൽ സാത്താൻ ജയിച്ചു എന്ന് അർത്ഥം. അതിനാൽ പ്രാർത്ഥനയിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രാർത്ഥനാ ജീവിതത്തിന് നല്ല മാതൃകയായ യേശു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചവനാണ്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യം, 11-ാം അധ്യായം 1-ാം വാക്യം, 18-ാം അധ്യായം 1-ാം വാക്യം ഇവിടെ ഒക്കെ അത് കാണുവാനായിട്ട് സാധിക്കും. ദൈവപുത്രനായ യേശുവിന് പ്രാർത്ഥന ആവശ്യമായിരുന്നുവെങ്കിൽ നമുക്ക് എത്രയധികം. അപ്പോസ്തലന്മാർ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 1:14, 2:42, 6:4 വാക്യങ്ങളിൽ കാണാം. പഴയ പുതിയ നിയമ ഭക്തന്മാരുടെ എല്ലാം അവരൊക്കെയും വളരെ പ്രാർത്ഥനാ മനുഷ്യരായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രണ്ടാമതായി, പ്രാർത്ഥനയിലൂടെ അപ്പോസ്തലന്മാർ നേടിയ വിജയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദിമസഭയുടെ ഏതാണ്ട് 35 വർഷത്തെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിൽ കൂടി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നിർണായക സാഹചര്യങ്ങളിൽ പ്രാർത്ഥിച്ച് വിജയം നേടിയ സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ അതിലുണ്ട്. ശത്രുക്കളുടെ കല്ലേറ് കൊള്ളുമ്പോഴും സ്വർഗത്തിലേക്ക് നോക്കി ഇവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് പ്രാർത്ഥിച്ച സ്തെഫാനോസ് ദൈവമഹത്വവും തൻ്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ക്രിസ്തുവിനെയും കണ്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിന്റെ 54-55 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 9:40 മരിച്ചുപോയ തബീതയ്ക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിച്ച പത്രോസ് അവളെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതായിട്ട് കാണാം. ശൗലിന്റെ പ്രാർത്ഥനയാൽ ദൈവം അനന്യാസിനെ ശൗലിന് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുവാൻ നിയോഗിച്ചയച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 9:10-18 വരെയുള്ള വാക്യങ്ങൾ. കൊർന്നലിയോസ് എന്ന ശതാധിപന്റെ പ്രാർത്ഥന കേട്ട് ദൈവം തൻ്റെ ദൂതനെ അവന്റെ ഭവനത്തിലേക്ക് അയച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 1-4 വരെയുള്ള വാക്യങ്ങൾ. പ്രാർത്ഥിക്കുവാൻ വെൺമാടത്തിൽ കയറിയ പത്രോസിന് തൻ്റെ വിശാലമായ ശുശ്രൂഷയെക്കുറിച്ചുള്ള ദർശനം നൽകുന്നതായിട്ട് നമുക്ക് കാണാം. 10-ാം അധ്യായത്തിന്റെ 10-16 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെ നിരവധി വിജയകരമായ സംഭവങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണുവാൻ കഴിയും. 3, നമ്മുടെ പ്രാർത്ഥന എപ്രകാരം ആയിരിക്കണം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 9-14 വരെ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് കാണാം. കർത്താവിൻ്റെ പ്രാർത്ഥനയെന്ന് ക്രൈസ്തവഗോളം പരക്കെ അംഗീകരിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ് ഇത്. എന്നാൽ യേശുക്രിസ്തു ഒരിക്കൽ പോലും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതായി വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നില്ല. അതിനാൽ ഇത് ഒരു മാതൃകാ പ്രാർത്ഥനയായി ശിഷ്യന്മാർക്ക് നൽകപ്പെട്ടതാണ്. നമ്മുടെ പ്രാർത്ഥന എപ്രകാരമായിരിക്കണമെന്ന് ഈ പ്രാർത്ഥന നമ്മെ ബോധവാന്മാരാക്കുന്നു. ഈ പ്രാർത്ഥനാ വാചകങ്ങൾ സ്ഥിരമായി ആവർത്തിച്ച് ഉരുവിടുക എന്നതല്ല ക്രിസ്തു ഉദ്ദേശിച്ചത്. അങ്ങനെ ചെയ്യുമ്പോൾ പ്രാർത്ഥന നിരർത്ഥകമായി പോകും. 1, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോസ്തല പ്രവൃത്തി 12:5. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. പത്രോസിനെ കൊന്നുകളയുവാൻ തീരുമാനിച്ച ഹെരോദ രാജാവ് അവനെ ജയിലിൽ അടച്ചു. അവനെ മർദ്ദിച്ച് അവശനാക്കി 2 ചങ്ങലകളാൽ ബന്ധിതനാക്കി 16 പടയാളികളുടെ അകമ്പടിയിൽ 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുമ്പോൾ യെരുശലേമിലെ സഭ ശ്രദ്ധയോടെ പത്രോസിന്റെ വിടുതലിനു വേണ്ടി പ്രാർത്ഥിച്ചു. ആ ശ്രദ്ധയേറിയ പ്രാർത്ഥനയാൽ ദൈവം തൻ്റെ ദൂതനെ അയച്ച് പത്രോസിനെ ഉണർത്തി ബന്ധനങ്ങൾ അഴിച്ച് കാരാഗ്രഹത്തിന് പുറത്തു കൊണ്ടുവന്ന് വിടുവിച്ചു. ഒരു സഭ ഐക്യമത്യപ്പെട്ട് പത്രോസിന്റെ വിടുതലിനായി പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവത്തിന് അടങ്ങിയിരിക്കുവാൻ കഴിയുമോ? ദൈവം തൻ്റെ ദൂതനെ അയച്ച് വിടുവിച്ചു. പ്രാർത്ഥനയുടെ ശക്തി എന്താണ് എന്ന് നമുക്ക് ഈ ഒരു സംഭവത്തിലൂടെ തന്നെ ബോധ്യമാകുമല്ലോ. 2, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-14 വാക്യങ്ങൾ.
നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെയും ഞാൻ ചെയ്തു തരും. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മ സഹായത്താൽ നാം പ്രാർത്ഥിക്കണം. ദൈവം പ്രാർത്ഥന കേട്ട് മറുപടി നിശ്ചയമായും നൽകും. 3. പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. 1 യോഹന്നാൻ 1:9. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും. സങ്കീർത്തനങ്ങൾ 34:18. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 28:13. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ എന്തു തന്നെയായിരുന്നാലും ദൈവസന്നിധിയിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കും. 4. മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. മത്തായി സുവിശേഷം 6:12. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. മത്തായി 5:23-24 വാക്യങ്ങൾ. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വച്ച് ഓർമ്മ പോന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വച്ചിട്ട് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതും നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടെത്താതെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഒക്കെ മറുപടി ലഭിക്കുകയില്ല. അതുകൊണ്ട് മറ്റുള്ളവരോട് നിരന്നും കൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. 5. ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുക. യോഹന്നാന്റെ സുവിശേഷം 15-7 വാക്യം. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ദൈവവചനത്തിലൂടെ ദൈവഹിതം മനസ്സിലാക്കി അവിടുത്തെ ഹിതപ്രകാരം നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കും. 6. താഴ്മയോടെ പ്രാർത്ഥിക്കുക. 2 ദിനവൃത്താന്തം 7:14. എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ചുങ്കക്കാരൻ്റെയും പാപിയുടെയും ഉപമയിൽ താഴ്മ എന്ന സ്വഭാവത്തിൻ്റെ ആവശ്യകത കർത്താവ് വിശദമാക്കുന്നു. താഴ്മയോടും അനുതാപത്തോടും പാപം ഏറ്റു പറഞ്ഞുകൊണ്ട് വിശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ ദൈവം നമ്മുടെ പാപം ക്ഷമിച്ച് പ്രാർത്ഥന സ്വർഗത്തിൽ സ്വീകരിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തും. നമുക്ക് മാത്രമല്ല, നമ്മുടെ ദേശം കൂടി അനുഗ്രഹിക്കപ്പെടും എന്നതിൽ സംശയം ഇല്ല. 7. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. മർക്കോസിന്റെ സുവിശേഷം 11-24 വാക്യം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു കർത്താവുമായി ദൃഢമായ ഒരു ബന്ധമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആത്മബന്ധമുണ്ടെങ്കിൽ മാത്രമേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയൂ. കർത്താവ് അത് ചെയ്തു തരുവാൻ ശക്തൻ എന്ന് ഉറച്ചു വേണം പ്രാർത്ഥിക്കേണ്ടത്. യാക്കോബിന്റെ ലേഖനം 1-6 വാക്യം. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. പിന്നെയും യാക്കോബിന്റെ ലേഖനം 5-15 വാക്യം. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. നോക്കുക, അപ്പോൾ വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ അടുത്ത് വന്ന് കർത്താവ് എൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരകനാണ്, കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ള വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥനയിൽ നാം ആയിരിക്കണം. അപ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള മറുപടി നമുക്ക് ലഭ്യമായി തീരുന്നത്. 8. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 18 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതിലേക്ക് നൽകിയിരിക്കുന്ന ഒരു ഉപമ നമുക്കവിടെ കാണാം. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ന്യായാധിപനും അദ്ദേഹത്തിൻ്റെ അടുക്കൽ നീതി നിർവഹണത്തിനായി അപേക്ഷിക്കുന്ന വിധവയുമാണ് ഇതിലെ കക്ഷികൾ. വിധവയുടെ അപേക്ഷ കേട്ടിട്ട് ന്യായാധിപന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. എന്നാൽ വിധവ നിരന്തരമായി അവനെ അസഹ്യപ്പെടുത്തുന്നതിനാൽ
അവൻ സടകുടഞ്ഞെഴുന്നേറ്റു, പ്രവർത്തിക്കുവാൻ സന്നദ്ധനായി. അവളുടെ തീഷ്ണതയും സ്ഥിരതയും അനുകൂലമായ ഒരു വിധി അവൾക്ക് നേടിക്കൊടുത്തു. ഈ പാവപ്പെട്ട വിധവയുടെ നിരന്തരമായ നിർബന്ധം അനീതിയുള്ള ന്യായാധിപനെ ഉണർത്തിയെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ നീതിമാനായ ദൈവം എത്രയധികമായി ഇടപെട്ട് തീർപ്പ് കൽപ്പിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ശുഷ്കാന്തിയോടെ നിരന്തരമായി യാചിക്കാം. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, അവൻ നിശ്ചയമായും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. 9, ഇടവിടാതെ പ്രാർത്ഥിക്കാം. 1 തെസ്സലോനിക്കർ 5:17 എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ മുടക്കം വരാത്ത അനുഭവമായിരിക്കണം. ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്നാൽ ദൈനംദിന കൃത്യങ്ങൾ കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുക എന്നല്ല. പ്രാർത്ഥനയ്ക്കായി പ്രത്യേക സമയം ക്രമീകരിച്ച് പ്രാർത്ഥിക്കുകയും കർത്താവുമായി നിരന്തര ബന്ധം പുലർത്തുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഇനി അടുത്തതായിട്ട് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ജീവിതത്തിൻ്റെ ഏത് ഭാവത്തെയും വിജയത്തിലേക്ക് കൊണ്ടുവരുന്നത് പ്രാർത്ഥനയാണ്. ഒന്നാമതായിട്ട് പ്രാർത്ഥനയുടെ ഫലം നമുക്ക് നോക്കുമ്പോൾ, യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ലൂക്കോസിന്റെ സുവിശേഷം 3:21-22 യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. 2, യേശുക്രിസ്തുവിൻ്റെ രൂപാന്തരം. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി പ്രാർത്ഥനയ്ക്കായി മലയിൽ പോയി. മറുരൂപ മലയിലെ അനുഭവമാണ് ലൂക്കോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 9:28-29 ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. പ്രാർത്ഥന ഒരു വ്യക്തിയുടെ മുഖഭാവത്തെ മാറ്റുന്നു. യേശുവിൻ്റെ മുഖം ദിവ്യപ്രകാശത്താൽ തിളങ്ങി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. 3, പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനെ കണ്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 22:17 പിന്നെ ഞാൻ യെരുശലേമിൽ മടങ്ങിച്ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന നേരം ഒരു വിവശതയായി അവനെ യേശുവിനെ കണ്ടു. പൗലോസിന്റെ 1-ാം മിഷണറി യാത്രയുടെ അന്ത്യത്തിൽ യെരുശലേം ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തനിക്കുണ്ടായ ദർശനത്തിൽ യേശുവിനെ കാണുകയും യേശു അവനോട് സംസാരിക്കുകയും ചെയ്തു. 4, ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു. 1 രാജാക്കന്മാർ 17:22 സരേഫാത്തിലെ വിധവയുടെ മകനെ ഏലിയാവ് ഉയർപ്പിച്ച സംഭവമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. മരിച്ച കുട്ടിയുടെ ശവശരീരത്തിന്മേൽ 3 പ്രാവശ്യം കവിണ്ണു കിടന്ന് ഏലിയാവ് ഇപ്രകാരം പ്രാർത്ഥിച്ചു: എൻ്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ. 1 രാജാക്കന്മാർ 17:22 യഹോവ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു, കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു, അവൻ ജീവിച്ചു. യിരെമ്യാ പ്രവചനം 33:3 എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. 5, പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോട് പ്രസ്താവിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 4:31 അപ്പോസ്തല പ്രവൃത്തികൾ 4:29-30 ശ്രദ്ധേയമാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതും സാധാരണക്കാരായ ശിഷ്യന്മാർ ആധികാരികതയോട് സംസാരിക്കുന്നതും ജനങ്ങൾ അവരെ പിന്തുടരുന്നതും മൂപ്പന്മാർക്കും ശാസ്ത്രിമാർക്കും മതമേധാവികൾക്കും ഭരണാധികാരികൾക്കും തലവേദനയായിരിക്കുകയാണ്. അവർ അപ്പോസ്തലന്മാരെ ചോദ്യം ചെയ്ത് തർജ്ജനം ചെയ്ത് പറഞ്ഞയച്ചു. എന്നാൽ 29-30 ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും
നിന്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. 3 പ്രത്യേക ആവശ്യങ്ങളെയാണ് അവർ പ്രാർത്ഥനയിൽ വെച്ചത്. 1, അവരുടെ ഭീഷണിയെ നോക്കണമേ. 2, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടണമേ. 3, നിന്റെ ദാസന്മാർക്ക് ധൈര്യം നൽകണമേ. പ്രാർത്ഥനയുടെ അനന്തരഫലം 31 വാക്യത്തിൽ കാണാം. അപ്പോസ്തല പ്രവൃത്തികൾ 4:31. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. പ്രിയ സഹോദര സഹോദരി, പ്രാർത്ഥനയുടെ ഫലം ചുരുങ്ങിയ കാര്യങ്ങളിലൂടെ നാം കണ്ടു. എത്രയെത്ര സംഭവങ്ങൾ കണ്ടെത്തുവാൻ ഇനിയും നമുക്ക് കഴിയും. ഈ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കാം. ആകുലതയുടെയും അസ്വസ്ഥതകളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ പ്രശ്നപരിഹാരത്തിനും സമാധാനം പ്രാപിക്കുന്നതിനുള്ള മാർഗം വിശുദ്ധ വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിലെ 6-ാം വാക്യം നേരത്തെ നമ്മൾ വായിച്ചതാ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാൻ ദൈവം ശക്തനാണ്. അവൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിച്ച് കൊടുക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിലും അവിടുന്ന് പ്രവർത്തിക്കും. മടുത്തു പോകാതെ ഇടവിടാതെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലായ്പ്പോഴും നമ്മെ കേൾക്കുവാൻ നമ്മുടെ കർത്താവ് ഒരുക്കമുള്ളവനാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ചിലപ്പോൾ ഉടൻ മറുപടി ലഭിക്കും, എന്നാൽ ചിലപ്പോൾ താമസിച്ചു എന്ന് വരാം. ദൈവഹിതപ്രകാരം അല്ലാത്ത പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുകയില്ല. ദൈവഹിതപ്രകാരം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എന്നെ ഒരു പ്രാർത്ഥനാ മനുഷ്യനാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിപ്പാൻ ഞങ്ങളെ ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. മടുത്തു പോകാതെ ഇടവിടാതെ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ശ്രോതാക്കളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അറിഞ്ഞ് കർത്താവ് പ്രവർത്തിക്കണമേ. ദൈവഹിത പ്രകാരം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥനാ ജീവിതം നീ അവർക്ക് നൽകണമേ. തങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയാക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹകരമായി എങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുവാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.